പല മേഖലയിലും ഉണ്ടാകുന്നു. ഇസ്രയേൽ 9 ജീവനുകൾ നഷ്ടപ്പെട്ടത് ചെറിയ കാര്യമല്ല. അമേരിക്കയ്ക്ക് സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടത് അതിഗൗരവതരമാണ്. ഗൾഫിലടക്കം ഉണ്ടായിരിക്കുന്ന ആൾനാശം ഈ യുദ്ധത്തിന്റെ മാനം മാറ്റുകയാണോ? എന്താണ് പുതിയ അപ്ഡേറ്റ്? ആയത്തുള്ള അലി ഖമനേയുടെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷം ഇറാൻ വിപ്ലവ സേനയുടേതായി വന്ന ആദ്യ പ്രസ്താവന ഇതുവരെ ഇല്ലാത്ത ശക്തിയോടെ ഞങ്ങൾ തിരിച്ചടിക്കാൻ പോകുന്നുവെന്നാണ്. ആ തിരിച്ചടിയുടെ ചില സൂചനകളെങ്കിലും കഴിഞ്ഞ 12 മണിക്കൂറിൽ നൽകാൻ ഇറാന് കഴിഞ്ഞു. 500 ഇപ്പോൾ ഇറാൻ ശക്തിമത്തായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇസ്രായേലിന് അഥവാ സയനിസ്റ്റുകൾക്ക് നേരെ ബോംബ് വർഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ വെച്ച് കണ്ടില്ല. അപ്പോൾ എപ്പോഴും വിജയം മാത്രം അല്ലേ, മാത്രമല്ല തങ്ങൾക്ക് നമ്മൾ സാധാരണ പറയുമല്ലോ, ഒരു അടി കുടുങ്ങിയാൽ ഈ പ്രമാണി തൻ്റെ അടിയെക്കുറിച്ച് പറയൂല, ഓനിക്ക് എത്ര കുടുങ്ങിയാലും ശരി. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പാവപ്പെട്ടവനും മർദ്ദിത ജനങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെറുത് കുടുങ്ങിയാൽ മതി, ചൂന്ന് പറയുമ്പോഴത്തേന് ചുണ്ടങ്ങാന്ന് പറയും. ഒരു വാർ ഹെഡാണ് ഈ 9 പേരുടെ മരണത്തിന് ഇടയാക്കിക്കൊണ്ട് ഇസ്രയേലിന് മേൽ പതിച്ചത്. ഇസ്രയേലിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ ഭേദിച്ചുകൊണ്ട് ഈ മിസൈൽ എങ്ങനെ ഇസ്രയേലിനുള്ളിൽ പതിച്ചു, 9 പേർക്ക് എങ്ങനെ പരിക്കേറ്റു, 9 പേരെ എങ്ങനെ മരിച്ചു, 20-ലേറെ പേർക്ക് എങ്ങനെ പരിക്കേറ്റു എന്നത് ഇസ്രയേലിനെ തന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട്. ഈ അയൺ ഡോമിന്റെ പരാജയത്തെ പറ്റി അന്വേഷിക്കുമെന്ന് ഇസ്രയേൽ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 9 പേരുടെ ജീവനെടുത്തൊരു ആക്രമണം എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഇത് വലിയ മുതലാളിയാണ്. ആ മുതലാളിക്ക് ഇടിച്ചു കൊടുത്തതാണ് ഇറാന്. അപ്പം മാത്രമല്ല ഈ ഇറാൻ എന്താ ചെയ്തിട്ടുള്ളത്, ഈ സൈനിക ഇവരുടെ ഈ പറയുന്ന എന്താ പറയുക ട്രംപിൻ്റെ അഥവാ അമേരിക്കയുടെ ബേസ്മെൻ്റുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇറാന് ഈ വല്ലതും ചെയ്തിട്ടുള്ളൂ. പ്രതികാര ബുദ്ധി ഒന്നും ചെയ്തിട്ടില്ല. അവർ പ്രതീക്ഷിച്ചത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കൗമുണ്ടല്ലോ, ഈ അറബികൾ ഒന്നിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അറബികൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ വരാനിരിക്കുന്ന ഒരു തിരിച്ചറിവ്, പേരിനെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്ന് പറഞ്ഞ ഒരു സാമാന്യ ബുദ്ധിയല്ലേ. ആ തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഖത്തറിലും സൗദിയിലും ഈ പറയുന്ന UAE-യിലും ഒക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുള്ള ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പറയുന്ന എന്താ പറയുക സയനിസ്റ്റുകൾ അഥവാ ഇസ്രായേലിൻ്റെയും അമേരിക്കൻ്റെയും ആക്രമണം എന്താ? അത് സത്യത്തിൽ എവിടെയാണ് അവർ എവിടെയാണ് അവർ ആക്രമിച്ചത് ഇതുവരെയും? ഇപ്പോഴും ഫലസ്തീനിൽ ആക്രമിച്ചിട്ട് ഹമാസിൻ്റെ ഒരു ശക്തിയും ഇപ്പോഴും. മാത്രമല്ല തെരഞ്ഞു നടക്കുന്നത് എന്താണ്, ഈ പറയുന്ന ശൗചാലയം. അതായത് ആരെങ്കിലും നമ്മളൊക്കെ ഓടിച്ചെന്ന് തെരഞ്ഞു നടക്കൽ എവിടെയാണ്? മൂത്രമൊഴിക്കാൻ അഥവാ വിസർജനത്തിന് മുട്ടിയാലാണ്, ഇപ്പോൾ ഉദാഹരണം തൂറാൻ മുട്ടിയാലാണ് കക്കൂസ് തരയുക അല്ലേ. എന്നതുപോലെ തന്നെ അത് കഴുകാനും കുളിക്കാനും ഒക്കെയാണ് നമ്മൾ കുളം തരയുക, ഈ പറയുന്ന ജലസ്രോതസ്സുകൾ ഓടിച്ചെല്ലുക എന്നതുപോലെ തന്നെ. പിന്നെ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി മാത്രമാണ്, സാധനങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ നമ്മൾ പോകുമല്ലോ, അങ്ങനെ പോകാനാണ് നമ്മൾ അങ്ങാടികളിൽ പോണത് അല്ലേ. എന്നതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ ഈ വലിയവരെയും ഒക്കെ എന്താ പറയുക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എന്തിനാണ്? അവർക്ക് സുഖമില്ലാതാകുമ്പോൾ അഡ്മിറ്റ് ചെയ്യാനില്ലേ. പക്ഷേ ഇവരൊക്കെ ഈ പറയുന്ന സയനിസ്റ്റുകളോടും ഈ പറയുന്ന അമേരിക്കയോടും എന്ത് ദ്രോഹമാണ് ചെയ്തത് എന്ന മാതിരി സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ആക്കുന്നു അല്ലേ. ആ സ്കൂളും ആ ചെറിയ സ്കൂളിലെ കുട്ടികളും ഇവരെ എന്ത് ഭീകരതയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഇവരോട്? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയൂ. കാരണം അവരുടെ ശത്രുത ഒക്കെ അവരോടെന്താ? അതുകൊണ്ടാണല്ലോ ഇവർ ഏത് സ്കൂൾ കണ്ടാലും അവിടെ കൊണ്ടുപോയിട്ട് ബോംബിടുക, ആരും പറയാനില്ല. ഒരു ആസ്പത്രി കണ്ടാൽ അത് കൊണ്ടുപോയിട്ട് അവിടെ ബോംബിടുക, എന്നതുപോലെ തന്നെ വേറെ ഒരു ശൗചാലയം കണ്ടാൽ അവിടെ ബോംബിടുക. ഇത്രയും എന്താ പറയുക, എന്താ പറയാതിരിക്കുക, അത്രമാത്രം ദൂഷിച്ച ഒരു ഭാഷ പറയാനില്ല. ഇത്രമാത്രം ജനദ്രോഹമായ നിലപാട്. ജനദ്രോഹം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത അത്ര വൃത്തികേട് ഈ പരിഷ്കൃതരാണെന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ, അവരാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഈ പറയുന്ന 1-2 രാജ്യങ്ങൾ അവരോടൊപ്പം അല്ലേ, ഞങ്ങൾക്ക് കിയാമത്ത് നാൾ വരെ ഇവിടെ കഴിഞ്ഞുകൂടണമെന്ന ഒരേ ഒരു ആഗ്രഹം മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ള അറബികളും, ആദ്യം തന്നെ അറബികൾ മുഴുവനും ഈ അമേരിക്കക്ക് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, എല്ലാവർക്കും ഒരു ചിന്ത വരും, യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങളൊക്കെ ഈ അമേരിക്കയുടെ പൃഷ്ഠന്താങ്ങികളായി മാറുന്നത്? കാരണം അവർക്കിപ്പോൾ പൈസ ഉണ്ട്,
സാധാരണ രീതിയിൽ നമ്മൾ പറയുമല്ലോ പണക്കാരാണ്, വേറെ ഒന്നും ആ പണക്കാരായ ടീം സാധാരണ പെരയിൽ എന്താ ചെയ്യുക, എപ്പോഴും 3-4 പണിക്കാരെത്തികളെ കാണാം. അതോടൊപ്പം തന്നെ അയാൾക്ക് അങ്ങാടിയിൽ പോയിട്ട് സാധനം വരെ വാങ്ങിക്കൊണ്ടുവരാൻ പണിക്കാരുണ്ട്. അപ്പോൾ എന്നതുപോലെ ഈ അറബ് മുതലാളിമാർക്ക് സേവനം ചെയ്യാൻ പൈസ കൊടുക്കുകയാണ്. നിങ്ങൾ സംരക്ഷിക്കണം കേട്ടാ, അള്ളാഹുവിലല്ല തവക്കൽ ചെയ്യുന്നത്, മറിച്ച് ഈ ജൂത ക്രിസ്ത്യാനിനെ വിളിച്ചിട്ട് തവക്കൽ ചെയ്യുകയാണ്. അതാണ് നമ്മൾ സാധാരണ നമ്മൾ പെരയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, തവക്കൽ തു അലല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നീ കാക്കണം. ആ ബോർഡിൻ്റെ പ്രസക്തിയല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹു അവൻ്റെ റസൂല് പറയുന്നതാണ് നമ്മളെന്തോ ഫഅസംത വ തവക്കൽ അലല്ലാ, എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അള്ളാഹുവിനെ ഏൽപ്പിച്ച് തവക്കൽ ചെയ്യലാണ്. ഇവർ തവക്കൽ ചെയ്യുന്നത് ഈ പറയുന്ന സയണിസ്റ്റ് മുതലാളിമാരെയും ഈ പറയുന്ന അമേരിക്കൻ മുതലാളിമാരെയുമാണ്. അവരാവട്ടെ ഇത് നല്ല ചൂഷണവും മുതലെടുപ്പും നടത്തും. കാരണം ഇവരുടെ എണ്ണകൾ മുഴുവനും കുഴിച്ചു കൊടുക്കുന്നത് സ്വന്തമായിട്ട് ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ടെക്നോളജി വികസിപ്പിച്ചിട്ടില്ല എന്നല്ല, യഥാർത്ഥത്തിൽ ഇവർ സ്വന്തമായിട്ട് നമ്മളൊക്കെ ഡിഫൻസിലൊക്കെ പോണവർക്ക് അറിയാം, ഡിഫൻസ് വെറുതെയാണ്. അവിടെ തന്നെ ഈ സായിപ്പന്മാരാണ് മേലധികാരികൾ, എല്ലാവർക്കും അറിയാം. ഇവർക്ക് സ്വന്തമായിട്ട് ഇവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് തോന്നി നമ്മൾക്ക് ചങ്ങായിമാരായിട്ട് വേണ്ടത് ഈ പറയുന്ന അമേരിക്കൻ മുതലാളിയും ഈ പറയുന്ന സയണിസ്റ്റ് മുതലാളിയും പാശ്ചാത്യ മുതലാളിമാരും ഒക്കെയാണ്. അതല്ലാതെ ഈ പറയുന്ന ദരിദ്ര രാജ്യങ്ങളായ ഈ പറയുന്ന പാവപ്പെട്ടവരെ അല്ലേ, ഇപ്പോൾ പലസ്തീനികളുമായിട്ട് ബന്ധം, ഇറാനുമായിട്ട് ബന്ധം അല്ലേ. അപ്പോൾ ഇവിടെ അതുമാത്രമല്ല സംഭവിക്കുന്നത്, ഇവർ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് നിങ്ങളുടെ ശത്രുക്കളാണ്. പണ്ട് പഞ്ചതന്ത്രം കഥയിൽ കുറുക്കം പറഞ്ഞതുപോലെ നിങ്ങളെ ശത്രുക്കളാണ്. 2 മുട്ടനാടുകളെ കൂട്ടി ഇടിപ്പിച്ചിട്ട് ഇല്ലാതാക്കണുണ്ടല്ലോ, അത് തന്നെ പണി. അപ്പം നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ അവരെ വിശ്വസിക്കരുത് എന്ന് അവിടെ സ്വകാര്യം ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് നമ്മൾ സദ്ദാമിൻ്റെ കാലത്ത് കണ്ടത്. സദ്ദാമിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തു, ഇറാൻ നിങ്ങളെ ശത്രുവാണ് കേട്ടോ, ഓൻ അടിച്ചിട്ടാളി. അങ്ങനെ 5-8 കൊല്ലം യുദ്ധം ചെയ്തത് നമ്മൾ കണ്ടതാണല്ലോ. പിന്നെ സ്വാഭാവികമായിട്ടും ഇറാഖിനോട് പറഞ്ഞ് നിങ്ങൾ ഈ കുവൈത്തികൾ നിങ്ങളെ ശത്രുക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ കുവൈത്തികളെ അങ്ങോട്ട് ഇല്ലാതെ. അപ്പോൾ എന്താ ചെയ്യുക, കുവൈത്ത് ഈ പറയുന്ന അമീർ ഓടിച്ചെന്നു സൗദി അറേബ്യയിലേക്കാണ് ഓടിയത്. എന്നിട്ടോ സൗദി അറേബ്യയിലത്തെ ആ കുടുംബക്കാരനുമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ സൗദി മുതലാളി രാജാവ് ഉടനെ തന്നെ തൻ്റെ ശിങ്കിടി എന്ന് പറഞ്ഞാൽ പൈസ ധാരാളം കൊടുത്തിട്ട് ഞങ്ങളുടെ കാവൽക്കാരായിട്ടുള്ള ഈ മുതലാളിയെ, അമേരിക്കൻ മുതലാളിയെ വിളിച്ചു വന്ന് ഉടനെ തന്നെ അമേരിക്കൻ മുതലാളി ഇവിടെ വന്നു. അങ്ങനെ സൗദിയിലും ഉടനെ തന്നെ ഇവിടെ കുവൈത്തിലുമൊക്കെ താവളം ഉറപ്പിച്ചു. ഇനി നമ്മൾക്ക് സമാധാനമായി എന്ന ഒരു തോന്നലുണ്ടാക്കി. അപ്പോൾ എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ അറബികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് തിരിച്ചറിവില്ല. ഈ സദ്ദാമിനും തിരിച്ചറിവില്ലാതെ പോയി. ഈ അമേരിക്ക പറയുന്നതും ഒക്കെ കേട്ട് നടന്നാൽ നമ്മൾക്ക് ഈ അവസ്ഥ വരും. അതല്ലായിരുന്നു എങ്കിൽ ഈ ഗദ്ദാഫിയും സദ്ദാമും ഈ പറയുന്ന ഇറാനും അതോടൊപ്പം തന്നെ 56 മുസ്ലിം രാജ്യങ്ങളും ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ രാജ്യങ്ങളും കൂടെ ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ അത് എല്ലാവർക്കും ഗുണകരമായി തീർന്നു അല്ലേ. ഒരു ഇസ്ലാമിക പക്ഷത്ത് നല്ല ഒരു അന്തസ്സും അഭിമാനവും ഉണ്ടാവും. പക്ഷേ അത് ഇവർ തന്നെയാണ് ഇല്ലാതാക്കിയത്. ഇപ്പോൾ ഇനി എല്ലാവരും കൂടെ ഇപ്പോൾ ഇറാനുമായിട്ടാണ് ഇറാനെ ഇല്ലാതാക്കാനുള്ള ശ്രമം. പക്ഷേ പെട്ടെന്നൊന്നും ഇറാനെ അങ്ങനെയാണ് ഇല്ലാതാക്കാൻ പറ്റൂല. ഇപ്പം ഇവരുടെ വർത്തമാനം അനുസരിച്ചിട്ട് ഇറാനിനി ഇല്ല ഉണ്ടോ, നമുക്കതിന് തിരിയുമല്ലോ. ഉപരോധങ്ങൾ, സ്വന്തം നിലക്കുന്ന പുറത്തുനിന്ന് ആയുധങ്ങളൊന്നും വരുന്നില്ല അല്ലേ, ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ട്. പിന്നെ ഇവരെങ്ങനെ പിടിച്ചു നിൽക്കുക? അതാണിപ്പോൾ ഈ മലയാള വാർത്ത പോലും ഏഷ്യാനെറ്റ് പോലും പറഞ്ഞത്. ശക്തമായ തിരിച്ചടിയിൽ ഈ പറയുന്ന സയണിസ്റ്റ് മുതലാളിമാർക്ക് വമ്പൻ പരിക്ക് പറ്റിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇതൊന്നും കൂടെ കേട്ടു നോക്കൂ. For the entire Iranian nation, that is, America and the Zionists with this action of theirs. They have practically created conditions for Iran and for the Iranian nation that we must say they have burned the heart of the Iranian nation. We will burn their hearts. They must know that it's not the case that they strike and that's it. We are pursuing various methods against Israel for the disintegration of Iran. Iran unleashes ballistic missile barrage shattering. പ്രസിഡന്റ് പറഞ്ഞതാണ്. എന്താ കാരണം? ഞങ്ങളെ ഇനി അവരെയും വിടില്ല. ഞങ്ങളെ പ്രയാസപ്പെടുത്തി ഞങ്ങളെ നേതാവിനെ ഇല്ലാതാക്കിയിട്ടുള്ള ഈ പറയുന്ന സയണിസ്റ്റ് പട്ടത്തെയും ഞങ്ങൾ വിടില്ല, അമേരിക്കൻ പട്ടത്തെയും വിടില്ല. അവരുടെ താവളങ്ങളൊക്കെ അറബ് രാജ്യങ്ങളിൽ ഞങ്ങൾ ശക്തിമത്തായിട്ട്, ഞങ്ങൾക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ്.
ഞങ്ങളുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തിയത് മാത്രമല്ല, ഇനിയുള്ള നാളുകളും ഞങ്ങൾക്ക് ഇതിനെ പ്രതികരിച്ചേ തീരൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് തുടരുക തന്നെ ചെയ്യുമെന്ന് ശക്തമായിട്ടാണ് ഈ പ്രസിഡന്റ് പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ, ഞങ്ങൾ ഒന്നെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഈ യുദ്ധം ഞങ്ങളുടെ അഭിമാന പോരാട്ടമാണ്, നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. ഒന്നുകിൽ ഞങ്ങൾക്ക് വിജയം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് ഞങ്ങളുടെ ഷഹാദത്ത് എന്ന് ഉറച്ചു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇറാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. അങ്ങനെയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അറബികളെ പോലെയല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി കണ്ടുപിടുത്തങ്ങൾ ശക്തമാക്കി നോക്കൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന എന്താ പറയുക, നദാന്യാഹുവും തൻ്റെ ബേജാറ് പോയിട്ട് ഈ ട്രംപിനോട് പറയുകയാണ്. ട്രംപ് തന്നെ പറയുന്നുണ്ട്, ഞാനും ഒരു സയനിസ്റ്റാണ്. അപ്പോൾ ആ സയനിസ്റ്റ് സഹോദരൻ ചെന്ന് പറയുകയാണ്, നിങ്ങൾ ഒരു 300 കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് പോകണ മിസൈലൊന്നും ഉണ്ടാക്കിയാൽ ഞങ്ങൾ നിങ്ങളെ നശിപ്പിച്ച് കളയുമെന്ന് പറയണം. എന്നതുപോലെ തന്നെ ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങൾ മുഴുവനും ഇല്ലാതാക്കി ഞങ്ങൾക്ക് മുമ്പിൽ തല കുനിച്ച് സമ്മതിച്ച് ഒപ്പിട്ട് തരണം. അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അഭിമാനത്തെയും ആ നിലനിൽപ്പിനെയും ഒക്കെ വെല്ലുവിളിച്ച്, അതുമാത്രമല്ല മധ്യസ്ഥന്മാരുടെ ചർച്ച നടക്കുമ്പോഴാണ് ഈ പറയുന്ന അധികാരികൾ ഇത് ചെയ്യുന്നത്. ഒരു മധ്യസ്ഥ ചർച്ച ഒരു ഭാഗത്ത്. ആലോചിച്ച് നോക്ക്, ഒരിക്കലും ഇറാൻ അല്ലല്ലോ ഈ അവരുടെ നാട്ടിൽ നോക്കൂ, ഇറാൻ ഒരു ആക്രമണയെ തുടങ്ങിയിട്ടില്ല, എല്ലാവർക്കും അറിയുന്നതാണ് ബുദ്ധിയുള്ള. എന്നിട്ട് പോലും യഥാർത്ഥത്തിൽ ഞങ്ങളാണ് ലോകത്ത് മനുഷ്യാവകാശം തീരുമാനിക്കുന്നത്, ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ ഞങ്ങൾക്കേ കഴിയൂ എന്നൊക്കെ പറയുന്ന ഈ വടായി പറയുന്ന, ഞങ്ങളാണ് മുസ്ലിം രാജ്യങ്ങളുടെ സുരക്ഷ എന്ന് പോലും വടായി പറയുന്ന ഈ പറയുന്ന യാങ്കികളെയും ഈ സയനിസ്റ്റുകളെയും വിശ്വസിച്ച് ഈ അറബികൾ ഇങ്ങനെ തരം താഴ്ന്നു എന്നതിലാണ് നമ്മൾക്ക് സങ്കടമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.